ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിലെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. 2 പോയിൻറ്റ്സ് മിക്ക വാഹനങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ലെവൽ സ്റ്റിക്കിൽ, എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ സ്റ്റിക്കിൽ 2 പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലോ, ഒന്ന് ഹൈ. അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള പോർഷനിലാണ് നമ്മൾ എപ്പോഴും ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഹൈ വരെ നിന്നാലും പ്രശ്നമില്ല, ലോ വരെ നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലോയ്ക്ക് താഴെ ഒരു കാരണവശാലും പോകാൻ പാടില്ല. ലോയുടെ മേളിലും ഹൈയുടെ തൊട്ട് താഴെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഓയിൽ ലെവൽ കൂടിക്കഴിഞ്ഞാൽ വാഹനത്തിന് എന്ത് പ്രശ്നം ഉണ്ടാവും? അതായത് നിങ്ങളുടെ വാഹനത്തിന് എൻജിൻ ഓയിൽ കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്? നിങ്ങളുടെ വാഹനത്തിന് ഒരു സ്റ്റാർട്ടിങ് ഡിലേ കാണിക്കുന്നുണ്ടോ? അതായത് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുപാട് നേരം വാഹനത്തിൻ്റെ എൻജിൻ ക്രാങ്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വാഹനം ഓഫായി പോകുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനം സ്റ്റാർട്ടാകാൻ ഒരു ഡിലേ ഉറപ്പായിട്ടും കാണിക്കുന്നതായിരിക്കും. ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാൻ ഞാൻ പറയത്തില്ല കേട്ടോ, ഒരു കാരണവശാലും. അങ്ങനെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാർട്ടിങ് ഡിലേയോ കാര്യങ്ങളോ വല്ല നിങ്ങളുടെ വാഹനത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കൂടുതലുണ്ടോ എന്ന് നോക്കണം. കാരണം പ്രഷർ നമ്മുടെ വാഹനത്തിൻ്റെ ക്രാങ്ക് കേസിനകത്ത് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഈ ഒരു ഓയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എൻജിൻ ഓയിൽ നിങ്ങളുടെ വാഹനത്തിൽ കൂടുതലുണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് ഓയിൽ സീലുകൾ, അതായത് നമ്മുടെ വാഹനത്തിനകത്ത് വരുന്ന ബെയറിങ്സ്, ആ ബെയറിങ്ങിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ പ്രഷറിൽ നമ്മുടെ ഓയിൽ, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻജിനകത്ത് നല്ലൊരു പ്രഷറാണ് ക്രിയേറ്റ് ആകുന്നത്. ആ വരുന്നൊരു പ്രഷർ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സിലിണ്ടറിൻ്റെ സൈഡിൽ കൂടെയൊക്കെ എസ്കേപ്പ് ആയി പോകുന്ന ബ്ലോ ബൈ ഗ്യാസുകൾ, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രഷറായിട്ട് വരുന്നതാണ്. ഈ പ്രഷറെല്ലാം കൂടെ ഇതിനകത്ത് ക്രിയേറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എൻജിൻ ഓയിൽ കൂടുതലും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രഷർ വരുന്ന സമയത്ത് സൈഡിലത്തെ ബെയറിങ്സിലോ എവിടെയെങ്കിലും കൂടെയൊക്കെ ഈ ഓയിൽ പുറത്തോട്ട് ചാടാൻ ശ്രമിക്കും. അങ്ങനെ പുറത്തോട്ട് ചാടുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കൂടുതലും എൻജിൻ ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ കാര്യം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ഷോറൂമിൽ നിന്നായിക്കോട്ടെ, പുറത്തൊരു വർക്ക്ഷോപ്പിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടായിക്കോട്ടെ, ഇതിലേതൊരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെവൽ കൃത്യമാണോ എന്നുള്ളത് നോക്കിയിരിക്കണം. അത് വെറുതെ നോക്കുകയല്ല ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനം പാർക്ക് ചെയ്യുക. അതായത് ഒരു ലെവൽ ബേസിൽ തന്നെ പാർക്ക് ചെയ്യുക. പാർക്ക് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വാഹനം അന്നേരം കൊണ്ട് പാർക്ക് ചെയ്തേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ആ വാഹനം അതുപോലെ ഐഡിലിങ്ങിൽ ഇട്ടതിന് ശേഷം, അതായത് സ്റ്റാർട്ട് ചെയ്യാതെ ജസ്റ്റ് ഓഫ് ചെയ്തുള്ള കണ്ടീഷനിൽ ഇട്ടതിന് ശേഷം വന്ന് എൻജിൻ ഓയിൽ നോക്കുക. എൻജിൻ ഓയിൽ നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ 2 പോയിൻറ്റിൻ്റെയും നടു പോർഷനിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അതായത് സെൻട്രൽ പോർഷനിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു അല്പം കൂടെ കയറിയാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഹൈയുടെ പൊസിഷനിൽ നിന്നും മേളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാക്കിയുള്ള ഡ്രെയിൻ ചെയ്ത് കളഞ്ഞോണം. ഒരു കാരണവശാൽ അത് വെച്ച് ഓടിക്കാൻ പാടില്ല, കാരണം പണി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.